എന്താണ് അവൽഷൻ? പല്ല് അതിൻ്റെ യഥാസ്ഥാനത്ത് നിന്നും പൂർണ്ണമായും ഊരിപ്പോകുന്നതിനെയാണ് അവൽഷൻ എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങൾ? റിസ്ലിംഗ്, ബോക്സിംഗ് തുടങ്ങിയ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ മുഖത്തേക്കുണ്ടാകുന്ന ആഘാതം, മുഖമിടിച്ചുള്ള വീഴ്ച, റോഡ് അപകടങ്ങൾ എന്നിവയാണ്. ഇത് പേടിക്കേണ്ട ഒരു വസ്തുതയല്ല. ഈ സാഹചര്യത്തിൽ അനുയോജ്യമായ ചികിത്സാ രീതിയിലൂടെ ഊരിപ്പോയ പല്ലിനെ നമുക്ക് വീണ്ടെടുക്കാം. എന്തെല്ലാമാണ് പല്ല് ഊരിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആദ്യം, ഊരിപ്പോയ പല്ലിനെ കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം പല്ലിന്റെ ക്രൗൺ പോർഷൻ, അതായത് വായ്ക്കുള്ളിൽ പുറമേ കാണുന്ന ഭാഗത്ത് പിടിച്ചുകൊണ്ട് പല്ലെടുക്കുക. ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ പല്ല് ടാപ്പ് വാട്ടറിൽ കഴുകി വൃത്തിയാക്കുക. സോപ്പ്, പേസ്റ്റ്, ബ്രഷ് എന്നിവയൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പല്ലിന്റെ വേര് ഭാഗത്ത് പല്ലിനെ അതിന്റെ യഥാസ്ഥാനത്ത് പിടിച്ചു നിർത്തുവാൻ സഹായിക്കുന്ന പെരിയോഡോണ്ടൽ ലിഗമെന്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുണ്ട്. ഇതിനുശേഷം ഒന്നുകിൽ പല്ല് അതിന്റെ യഥാസ്ഥാനത്ത് തിരിച്ചു വെക്കുക, അല്ലെങ്കിൽ പല്ലൊരു സ്റ്റോറേജ് മീഡിയയിൽ വെക്കുക. ലഭ്യമായ സ്റ്റോറേജ് മീഡിയകളാണ് HBSS അഥവാ ഹാങ്സ് ബാലൻസ്ഡ് സോൾട്ട് സൊല്യൂഷൻ, കോക്കനട്ട് വാട്ടർ അഥവാ ഇളനീര്, മിൽക്ക് അഥവാ പാല്, ഗ്രീൻ ടീ, എഗ് വൈറ്റ് അഥവാ മുട്ടവെള്ള, സലൈവ അഥവാ ഉമ്മിനീര് എന്നിവയാണ്. ഇവയൊന്നും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പല്ല് കവിളിനും പല്ലുകൾക്കുമിടയിലുള്ള ഭാഗത്ത്, അതായത് വെസ്റ്റിബ്യൂളിൽ വെച്ചുകൊണ്ട് ഡെന്റിസ്റ്റിനെ സമീപിക്കുക. ഏറ്റവും അനുയോജ്യമായ സ്റ്റോറേജ് മീഡിയ ആണ് HBSS. അത് സേവ് എ ടൂത്ത് എന്ന പേരിൽ വിപണിയിൽ ലഭ്യമാണ്. ഇങ്ങനെ പല്ല് സൂക്ഷിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു പാത്രത്തിൽ ഉമ്മിനീര് ശേഖരിച്ച് പല്ലതിൽ ഇട്ടുവെച്ച് ഡെന്റിസ്റ്റിനെ സമീപിക്കുക. പല്ല് ഊരിപ്പോയതിനു ശേഷം ഏകദേശം 20 മുതൽ 60 മിനിറ്റിനുള്ളിൽ മേൽപ്പറഞ്ഞ രീതിയിൽ പല്ലുമായി ഡെന്റിസ്റ്റിനെ സമീപിക്കുകയാണെങ്കിൽ പല്ലിനെ നമുക്ക് എത്രയും പെട്ടെന്ന് യഥാസ്ഥാനത്ത് ഉറപ്പിക്കാവുന്നതാണ്. ഡെന്റിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സാ രീതികൾ കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കേണ്ടതാണ്. ഈ മാർഗങ്ങളിലൂടെ പല്ലിനെ അതിന്റെ യഥാസ്ഥാനത്ത് തിരിച്ചുവെച്ചാലും ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. റൂട്ട് റിസോപ്ഷൻ, മൊബിലിറ്റി അഥവാ പല്ലിനുണ്ടാകുന്ന ഇളക്കം, ആൻകൈലോസിസ്, പല്ലും താടിയെല്ലും കൂടിച്ചേരുന്ന അവസ്ഥ എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ഊരിപ്പോയ പല്ലിനെ തിരിച്ചു സ്ഥാനത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഡെന്റിസ്റ്റിന്റെ അടുത്ത് എത്തുന്നതെങ്കിൽ ഡെന്റിസ്റ്റ് ആ പല്ലിനെ മോണയോട് ചേർത്ത് തുന്നി വെച്ചതിനു ശേഷം സ്പ്ലിന്റ് ചെയ്യും. 60 മിനിറ്റിന് മുകളിൽ പല്ല് വായ്ക്കുള്ളിലോ സ്റ്റോറേജ് മീഡിയയിലോ വച്ചിട്ടില്ലാത്ത അവസ്ഥകളിൽ ഡെന്റിസ്റ്റിന്റെ ചികിത്സാ രീതിയിൽ വ്യത്യാസമുണ്ടാകും. പല്ലിന്റെ വേര് വളർച്ച പൂർണ്ണമായോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലും ചികിത്സാ രീതിക്ക് വ്യത്യാസമുണ്ട്. ഇതിനോടൊപ്പം തന്നെ ടെറ്റനസ് വാക്സിനും എടുക്കേണ്ടതാണ്. എന്തെല്ലാം മാർഗങ്ങളിലൂടെ നമുക്ക് അവൽഷൻ തടയാം? കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ മുഖത്തേക്കുള്ള ആഘാതങ്ങൾ തടയുവാനായി മൗത്ത് ഗാർഡ്, ഹെൽമറ്റ് തുടങ്ങി സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മാതാപിതാക്കളും സ്കൂൾ അധികൃതരും കുട്ടികളെ കളിക്കാൻ വിടുന്ന സ്ഥലങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ഉപയോഗിക്കുക. ഇതുപോലുള്ള അനുയോജ്യമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൽഷൻ എന്ന അവസ്ഥയെ ഒരു പരിധിവരെ നമുക്ക് തടയാവുന്നതാണ്.